തൊഴിലവസരങ്ങളെ യഥാസമയങ്ങളിൽ അറിയുകയും അവയെ കൃത്യമായി പ്രയോജനപ്പെടുത്തുമ്പോഴുമാണ് പരിശീലനം പൂർത്തിയാകുന്നത്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സദേൺ റെയിൽവേയിൽ അപ്രന്റീസ് ആകാൻ ഉദ്യോഗാർത്ഥികൾക്ക് സുവർണാവസരം. സദേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിലും വർക്ക്ഷോപ്പുകളിലും യൂണിറ്റുകളിലുമായി 3518 അപ്രന്റീസുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിൽ 710 ഒഴിവുകളാണ് ഉള്ളത്. ഫ്രഷർ കാറ്റഗറിയിൽ ഒഴിവുള്ള ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, MLT റേഡിയോളജി, MLT പാത്തോളജി, MLT കാർഡിയോളജി എന്നിവയാണ്. ഫ്രഷർ കാറ്റഗറിയിലെ ഫിറ്റർ, പെയിൻറ്റർ, വെൽഡർ എന്നീ ട്രേഡുകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത 50% മാർക്കോടെയുള്ള 10ാം ക്ലാസ് വിജയമാണ്. MLT റേഡിയോളജി, MLT പാത്തോളജി, MLT കാർഡിയോളജി ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ ഉൾപ്പെട്ട +2 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. XITI വിഭാഗത്തിൽ ഉൾപ്പെട്ട ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, കാർപ്പൻ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ്, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ടർണർ, ഇലക്ട്രീഷ്യൻ, അഡ്വാൻസ് വെൽഡർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC, വയർമാൻ, ട്രിമ്മർ, പ്ലംബർ, ബ്ലാക്ക് സ്മിത്ത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പെയിൻറ്റർ ജനറൽ എന്നിവയാണ്. XITI കാറ്റഗറിയിൽ ഉൾപ്പെട്ട ട്രേഡുകളുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. ഫ്രഷർ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 15 മുതൽ 22 വയസ്സ് വരെയും, MLT വിഭാഗത്തിലേക്കും XITI വിഭാഗത്തിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 15 മുതൽ 24 വയസ്സ് വരെയുമാണ്. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 സെപ്റ്റംബർ 25. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി www.sr.indianrailways.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അസിസ്റ്റന്റ്, പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ, കേരള പോലീസ് വകുപ്പിൽ റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം, ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ്, ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, കേരളത്തിലെ സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലൈബ്രറി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ, ട്രേഡ്സ്മാൻ സ്മിതി ഫോർജിംഗ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ്, കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപ്പൻ്റർ, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ തുടങ്ങി 91 കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 270/2025 പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. പെയിൻറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് കോഴ്സ് പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ലാൻഡ് സർവേ, ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്നിവയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഒരൊഴിവാണ് നിലവിലുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ശമ്പളം 39,300 മുതൽ 83,000 രൂപ വരെ. കാറ്റഗറി നമ്പർ 272/2025 ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത സയൻസ് വിഷയത്തിൽ 50% മാർക്കോടെ നേടിയ പ്രീ ഡിഗ്രി വിജയം അല്ലെങ്കിൽ +2 വിജയം, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നടത്തുന്ന 2 വർഷത്തെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി ഡിപ്ലോമ കോഴ്സ് വിജയിച്ചിരിക്കണം. 20 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ശമ്പളം 35,600 മുതൽ 75,400 രൂപ വരെ. കാറ്റഗറി നമ്പർ 274/2025 കേരളത്തിലെ സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2
ലൈബ്രറി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ലൈബ്രറി സയൻസിൽ MLISC അല്ലെങ്കിൽ BLISC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. 10 പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത്. 27,800 മുതൽ 59,400 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. പ്രായപരിധി 22 മുതൽ 36 വയസ്സ് വരെ. കാറ്റഗറി നമ്പർ 279/2025 കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ തസ്തികയിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. 25,800 മുതൽ 59,300 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. പ്ലംബർ ട്രേഡിൽ 1 വർഷ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മറ്റ് തസ്തികകൾ, യോഗ്യതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 3. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോകളിൽ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 455 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ തിരുവനന്തപുരം സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോയിൽ 9 ഒഴിവുകളാണ് ഉള്ളത്. ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ്. യോഗ്യത ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, മോട്ടോർ മെക്കാനിസത്തിൽ അറിവ് എന്നിവ ഉണ്ടായിരിക്കണം. ലൈസൻസ് നേടിയ ശേഷം കുറഞ്ഞത് 1 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 18 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 28. വെബ്സൈറ്റ് www.mha.gov.in അല്ലെങ്കിൽ www.ncs.gov.in. നിരവധി തൊഴിലവസരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.